Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറിലെ നാലാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് യൂണിറ്റും അതുപോലെ തന്നെ ഫോർത്ത് യൂണിറ്റും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് എടുക്കുന്നത് നാലാമത്തെ യൂണിറ്റ്. ആ നാലാമത്തെ യൂണിറ്റിന്റെ പേര് വരുന്നത് എന്താണ്? നാലാമത്തെ യൂണിറ്റ് പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ ആൻസറിങ് ക്വസ്റ്റ്യൻസ്. അതായത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന പ്രോസസ്സ്, അതായത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെല്ലാം പ്രോസസ്സ് വരുന്നുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എടുത്തു ചാടി അങ്ങോട്ട് ആൻസർ ചെയ്യലാണോ, അതല്ല അതിൽ എന്തെല്ലാം സ്റ്റെപ്പുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ രണ്ട് ക്ലാസ്സുകളിലായിട്ട്, ഒരു ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ രണ്ട് ക്ലാസ്സിലായിട്ട് നെക്സ്റ്റ് ഒരു ക്ലാസ് അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ പ്രോസസ്സസ് ഇൻവോൾവ്ഡ് ഇൻ ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ്. ഇത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം, അതല്ലെങ്കിൽ 5 മാർക്കിനുള്ള ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ. അതായത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിൽ ഇൻവോൾവ്ഡ് ആയിരിക്കുന്ന പ്രോസസ് എന്തെല്ലാമാണ്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇവിടെ മൊത്തം വരുന്നത് 8 സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് ഇന്ന് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കൂ, ആൻസറിലേക്ക് പോവാണ്, ശ്രദ്ധിക്കട്ടോ. സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. എ പെർഫെക്റ്റ് റെസ്പോൺസ് ടു എ ക്വസ്റ്റ്യൻ ഈസ് ആൻ ആർട്ട്. ഒരു ചോദ്യത്തിന് കൃത്യമായ പ്രതികരണം എന്നുള്ളത് ഒരു കലയാണ്. ചോദിക്കുന്നതിനുള്ള കൃത്യമായ മറുപടി അതെല്ലാവർക്കും കഴിയില്ല, അതൊരു കലയാണത്. ദാറ്റ് ഇഫക്റ്റീവ്ലി അഡ്രസ്സസ് ദ മാറ്റർ ദാറ്റ് ഈസ് റൈസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി റെസ്പോണ്ടന്റ്. റെസ്പോണ്ടന്റിന്റെ മുന്നിൽ ഉയർത്തുന്ന ചോദ്യം, ആ ചോദ്യത്തിലെ മാറ്റർ, അതിന് കൃത്യമായിട്ട് അതിനെ അഡ്രസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് റെസ്പോണ്ടന്റ് മറുപടി കൊടുക്കുക എന്നുള്ളത് ഒരു കലയാണ്. ആരാണ് ഈ റെസ്പോണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയുന്ന ആളാണ് എന്ത്? റെസ്പോണ്ടന്റ്. എ പെർഫെക്റ്റ് റെസ്പോൺസ് ടു എ ക്വസ്റ്റ്യൻ ഈസ് ആൻ ആർട്ട് ദാറ്റ് ഇഫക്റ്റീവ്ലി അഡ്രസ്സസ്. അഡ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ അഭിസംബോധന ചെയ്യുക, പറയുക എന്നാണ് കേട്ടോ. അതായത് ഇഫക്റ്റീവ്ലി അഡ്രസ്സസ് ദ മാറ്റർ ദാറ്റ് ഈസ് റൈസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി റെസ്പോണ്ടന്റ്. റെസ്പോണ്ടന്റിന്റെ മുന്നിൽ ആരോടാണോ ചോദിക്കപ്പെടുന്നത്, ആരാണോ ഉത്തരം പറയേണ്ടത്, അയാൾക്ക് മുന്നിൽ ഉയർത്തുന്ന ചോദ്യം, റൈസ് ചെയ്യുന്ന ചോദ്യം, മാറ്റർ, അതിന് ഇഫക്റ്റീവായിട്ട് അതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളത് ഒരു കലയാണ്. ചോദിക്കുന്നതിന് കൃത്യമായിട്ട് മറുപടി പറയാം. ഇൻ ഓർഡർ ടു ഇൻഫ്ലുവൻസ് ആൻഡ് സാറ്റിസ്ഫൈ ദ ക്വസ്റ്റ്യനർ. നമ്മളോട് ചോദ്യം ചോദിക്കുന്ന വ്യക്തി, ആ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയെ സാറ്റിസ്ഫൈ ചെയ്യുക, അയാളെ സംതൃപ്തിപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ അയാളെ സ്വാധീനിക്കുന്നതിനും. അത് അത്ര എളുപ്പമല്ല. ഒരാളൊരു കാര്യം ചോദിക്കുമ്പോൾ അയാൾ സാറ്റിസ്ഫൈ ആകുന്ന തരത്തിലുള്ളൊരു മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെന്തു വേണം? ഹിസ് സിറ്റുവേഷൻ ഷുഡ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അയാളുടെ സിറ്റുവേഷൻ, അയാളുടെ സാഹചര്യം നമ്മൾ പരിഗണിക്കണം. ഒരാളൊരു കാര്യം ചോദിക്കുമ്പോൾ അയാൾ ഏതൊരു സാഹചര്യത്തിൽ, ഏതൊരു സിറ്റുവേഷനിലാണ് നമ്മളോട് ചോദിക്കുന്നത്, എന്തൊരു ആൻസർ ആണ് അയാൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ സാഹചര്യത്തിലും ചോദിക്കുന്ന ആള് എക്സ്പെക്ട് ചെയ്യുന്ന മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മളോട് ഒരാൾ ചോദിക്കാൻ ഒരു 10,000 രൂപ തരുമോ, അയാൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ യെസ് ആണ്. നമുക്ക് എപ്പോഴും ചാടിക്കറി യെസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നാലും ഒരു ക്വസ്റ്റ്യനർ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അയാളെ സാറ്റിസ്ഫൈ ആക്കണമെന്നുണ്ടെങ്കിൽ, അയാൾ ഏതൊരു സാഹചര്യത്തിലാണ് നമ്മളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളോട് ചോദ്യം ചോദിക്കുന്നത് എന്നുള്ള അയാളുടെ സിറ്റുവേഷൻ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദി ക്വസ്റ്റ്യൻ and the questioner,
ദ മോഡ്സ് ഓഫ് ആൻസർ മേ വാരി. അതായത് ഉത്തരത്തിന്റെ രീതി എപ്പോഴും ഒരുപോലെയല്ല. ഉത്തരം ആൻസർ മേ വേരി. ആൻസർ എന്ത് ചെയ്യാം? വേരി ചെയ്യാം, മാറാം. ചേഞ്ച്, വേരി മീൻസ് ചേഞ്ച്. ഉത്തരം മാറാം. എല്ലാ സമയത്തും ഒരേ ഉത്തരമല്ല പറയാം. കാരണം ചോദിക്കുന്ന ചോദ്യത്തിനും ചോദിക്കുന്ന ആൾക്കും അനുസരിച്ചിട്ട്. എന്തിനൊക്കെ അനുസരിച്ചിട്ടാണ്? ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ദി ക്വസ്റ്റ്യൻ ആൻഡ് ദ ക്വസ്റ്റ്യനർ. ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻ. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ വാട്ട്സ് യുവർ നെയിം, ഞാൻ എൻ്റെ പേര് പറയും, ആ ചോദ്യം നോക്കിയിട്ടാണ്. ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻ. അതല്ലെങ്കിൽ എന്നോട് ചോദിക്കുകയാണ് താങ്കൾ എവിടെ പോണു, അല്ലേ? വേർ ആർ യു ഗോയിങ്, ഞാൻ എൻ്റെ പേരാണോ പറയാല്ല. അപ്പൊ ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻ ആൻഡ് ക്വസ്റ്റ്യനർ. അതായത് ചോദിക്കുന്ന ചോദ്യത്തിനും അതുപോലെ തന്നെ ചോദ്യം ചോദിക്കുന്ന വ്യക്തിക്കും അനുസരിച്ചിട്ട് ഉത്തരം മാറാം. ആൻസർ മേ വേരി. ആൻസർ എന്ത് ചെയ്യാം? വേരി ചെയ്യാം. The following are some of the important processes involved in answering questions. Questions ആൻസർ ചെയ്യുന്നതിൽ അടങ്ങിയിരിക്കുന്ന ഏതാനും സ്റ്റെപ്സ് ആണ് അല്ലെങ്കിൽ ഏതാനും പ്രോസസ്സുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തേത്, ടേക്ക് തിങ്കിങ് ടൈം. എന്തൊരു ചോദ്യമാണെങ്കിലും അതിന് ഉത്തരം പറയുന്നതിന് വേണ്ടി ചിന്തിക്കാൻ സമയമെടുക്കുക. പ്രധാനപ്പെട്ടതാണ്. എന്ത് ചോദ്യം ആയിക്കോട്ടെ ഉത്തരം പറയാ ആഫ്റ്റർ തിങ്കിങ്. ഓൺലി ഗിവ് ആൻസർ ആഫ്റ്റർ തിങ്കിങ്. ദാറ്റ് ഈസ് ടേക്ക് തിങ്കിങ് ടൈം. ടേക്ക് തിങ്കിങ് ടൈം. ടേക്ക് ടൈം ബിഫോർ യു ബിഗിൻ ടു ആൻസർ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് ടേക്ക് ടൈം, സമയമെടുക്കുക. മേക്ക് എ പോസ് വിച്ച് വിൽ പ്രൊവൈഡ് യു ടൈം ഫോർ തിങ്കിങ്. അതായത് ഒരു ചോദ്യം നമുക്ക് മുന്നിൽ ഉയർന്നു കഴിഞ്ഞാൽ ടേക്ക് എ പോസ്, ഒരല്പനേരം ഒന്ന് നിൽക്കുക. പെട്ടെന്ന് ചാടി കയറണ്ട. ടേക്ക് എ പോസ്, ഒന്ന് നിൽക്കുക. എന്താ ഗുണം? വിച്ച് വിൽ പ്രൊവൈഡ് യു ടൈം ഫോർ തിങ്കിങ്. കാരണം അത് നിങ്ങൾക്ക് ചിന്തിക്കുന്നതിനുള്ള സമയം കിട്ടും. അപ്പൊ എപ്പോഴും ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എടുത്തു കയറി ചാടി കയറി ആൻസർ ചെയ്യാതെ ജസ്റ്റ് ടേക്ക് ടൈം ടു തിങ്ക്. ഇതിന്റെ മറ്റൊരു ഗുണം എന്താ പറയുക? ദിസ് ഈസ് ഓൾസോ എ ജസ്റ്റർ ഓഫ് റെസ്പെക്ട് ടു ദ ക്വസ്റ്റ്യൻ. അതായത് ഇങ്ങനെ ടൈം എടുക്കുന്നത് നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തെ റെസ്പെക്ട് ചെയ്യലാണ്. കാരണം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാം? സമയമെടുത്ത് മറുപടി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യത്തെ റെസ്പെക്ട് ചെയ്യാണ്. കാരണം ചോദ്യം കേൾക്കുമ്പോക്ക് ആൻസർ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യത്തെ നമുക്കൊരു വിലയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരാളൊരു കാര്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ മൗനം പാലിക്കാന്നല്ല. ആവശ്യത്തിന് എന്ത് ചെയ്യാം? ടേക്ക് ഇനഫ് ടൈം. അതിലപ്പുറം വേണ്ട കേട്ടോ. ഇനി രണ്ടാമത്തേത്, അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. അതല്ലാതെ ഉത്തരം ചെയ്ത് നടക്കില്ലല്ലോ. അപ്പൊ രണ്ടാമത്തേത് ചോദ്യം മനസ്സിലാക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാം. ബിഫോർ യു ആൻസർ ദ ക്വസ്റ്റ്യൻസ് മേക്ക് യുവർ സെൽഫ് കോൺഫിഡൻറ്റ് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ക്വസ്റ്റ്യൻ. അതായത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിന് മുൻപ് ആ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഉറപ്പുവരുത്തും. മേക്ക് യുവർ സെൽഫ് കോൺഫിഡൻറ്റ്. നിങ്ങൾ സ്വയം ആത്മവിശ്വാസത്തിലെത്തണം. എന്ത്? യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ക്വസ്റ്റ്യൻ. അതായത് ചോദ്യം എനിക്ക് മനസ്സിലായി എന്ന് ആത്മബോധം, സംതൃപ്തി അല്ലെങ്കിൽ കോൺഫിഡൻറ്റ് ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാം? അപ്പൊ ഒരു കോൺഫിഡൻസ് കിട്ടണം. കോൺഫിഡൻസ് എപ്പോഴാണ് കോൺഫിഡൻസ് കിട്ടുക? ചോദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ആത്മവിശ്വാസം ലഭിച്ച ശേഷം ആൻസർ ചെയ്യാം. അതർവൈസ് അല്ലെങ്കിൽ ചാടി കയറേണ്ട ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ യു മൈറ്റ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഒരു പക്ഷേ നിങ്ങൾ ആ ചോദ്യത്തെ ഉത്തരം ചെയ്തേക്കാം. മൈറ്റ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഇൻ ആൻ ഇൻഅപ്രോപ്രിയേറ്റ് വേ, അനുയോജ്യമല്ലാത്ത രീതിയിൽ. അപ്പൊ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? മാറ്റി പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കിയ ശേഷം, അത് മനസ്സിലായി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്യുക? ഉത്തരം പറയാം. എന്നാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? അപ്രോപ്രിയേറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിരിക്കും, അനുയോജ്യമല്ലാത്തതായിട്ട് മാറും. കാരണം അനുയോജ്യമല്ലാത്ത കാര്യം പറയുന്നതിനേക്കാൾ നല്ലത് മിണ്ടാണ്ടിരിക്കലാണ്, അല്ലെ? മൂന്നാമത്തെ പോയിന്റ്, അഡ്രസ് ദ ക്വസ്റ്റ്യൻ.
അഡ്രസ് ദ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂവിൽ ചില ആളുകൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന പോലെയല്ല. അഡ്രസ് ദ ക്വസ്റ്റ്യൻ, ഇത് പരീക്ഷയാണ്, മാർക്ക് കിട്ടേണ്ട കളിയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അഡ്രസ് ദ ക്വസ്റ്റ്യൻ, ചോദ്യത്തിന്റെ ഉത്തരം പറയണം. അല്ലെങ്കിൽ ചില ഇന്റർവ്യൂവിൽ ചില ആളുകൾ, ചില പൊളിറ്റീഷ്യൻസും മറ്റു മറുപടി കണ്ടില്ലേ, അതായത് അവരോട് ഈ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്നതിനല്ല അവരുദ്ദേശിച്ചതേ അവർ പറയുള്ളൂ. അത് നടക്കൂല. കാരണം എക്സാമിന് അഡ്രസ് ദ ക്വസ്റ്റ്യൻ, അതായത് കൃത്യമായി മനസ്സിലാക്കി എന്താണ് ചോദ്യം അതിന്റെ ഉത്തരം പറയണം. അല്ലാതെ പരീക്ഷ നമുക്കറിയാവുന്നത് എഴുതാനല്ല, ചോദിച്ച ചോദ്യത്തിന് എന്ത് ചെയ്യണം, ഉത്തരം എഴുതണം. അപ്പൊ ആൻസറിങ് ക്വസ്റ്റ്യൻസ് ഷുഡ് ബി ക്ലിയർ ആൻഡ് അപ്രോപ്രിയേറ്റ്. അതായത് നമ്മൾ ചെയ്യുന്ന ഉത്തരങ്ങൾ എന്തായിരിക്കണം, ഷുഡ് ബി ക്ലിയർ ആൻഡ് അപ്രോപ്രിയേറ്റ്. 2 പോയിന്റാണ്. അനുയോജ്യവും വ്യക്തവുമായിരിക്കണം. ആ നിലയ്ക്കായിരിക്കണം നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഇംപ്രസീവ് ആൻസേഴ്സ് ഉണ്ടല്ലോ, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മതിപ്പ് തോന്നുന്ന ചില മറുപടികൾ ഉണ്ടാവും, ചില ഉത്തരങ്ങൾ. എങ്ങനെയാ ചില ഉത്തരങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മതിപ്പ് തോന്നുന്നത്? ആൻസേഴ്സ് എങ്ങനെയാണ് ഇംപ്രസീവ് ആവുന്നത്? അതിനുള്ള ട്രിക്ക് ഇതാണ്. എന്താണ് അതിന്റെ ട്രിക്ക്? ദ ക്വസ്റ്റ്യൻസ് ഹൈലൈറ്റ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇംപ്രസീവ് ആൻസേഴ്സ് എങ്ങനെയാണ് ഉത്തരങ്ങൾ ഇംപ്രസീവ് ആക്കുന്നത്? അഡ്രസ് ദ ഇഷ്യൂസ് ദാറ്റ് ദ ക്വസ്റ്റ്യൻസ് ഹൈലൈറ്റ്. അതായത് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്ന വിഷയം എന്താണെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യുക, അതിന് കൃത്യമായ മറുപടി കൊടുക്കുക. ഏതുപോലെ, നിങ്ങൾ എവിടുന്ന് വരുന്നു? അപ്പൊ ഞാൻ പറയാണ്, ഞാനിപ്പോ കോളേജിൽ നിന്ന് വരുന്നു. അതിനു പകരം നാളെ ഞാൻ എന്തു ചെയ്യും, അല്ലെങ്കിൽ മറ്റന്നാൾ എന്തു ചെയ്യും, ഇതല്ല മറുപടി അല്ലേ. അപ്പൊ അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഇഷ്യൂ അതിനെ അഡ്രസ് ചെയ്യണം, അതൊന്നും ഒഴിഞ്ഞു മാറരുത്. അപ്പൊ അത്തരത്തിൽ നൽകുന്ന ആൻസറിനാണ് നമ്മൾ എന്ത് പറയാ, ഇംപ്രസീവ് ആൻസേഴ്സ്. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യണം, അഡ്രസ് ദ ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഞാൻ പറയുന്ന കാര്യങ്ങളും ആ സെന്റൻസുകൾ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം ലാംഗ്വേജിൽ, നിങ്ങളുടെ യുവർ ഓൺ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യണം, എഴുതാൻ പറ്റണം. നിങ്ങൾ അതിന് കാര്യം മനസ്സിലാക്കിയാൽ മതി. എൻ്റേതായിട്ടുള്ള ഈ ടെക്സ്റ്റുവൽ സെന്റൻസസ് തന്നെ വേണമെന്നില്ല. ഞാൻ ഈ പറയുന്നതൊക്കെ എന്താണ്, ഒരുവിധം ടെക്സ്റ്റുവൽ സെന്റൻസുകളാണല്ലോ അല്ലെ, കാരണം ടെക്സ്റ്റ് വെച്ചുണ്ടാക്കിയ നോട്ടാണ്. അപ്പൊ എനിക്ക് അത് വേണമെന്നില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വാട്ട് യു അണ്ടർസ്റ്റുഡ്, നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് വെച്ച് എന്ത് ചെയ്യാം, ട്രൈ ടു ആൻസർ. അപ്പൊ അതിനെന്ത് ചെയ്യാം, എന്താണ് അഡ്രസ് ദ ക്വസ്റ്റ്യൻ. ഒരാൾ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ അയാൾ 8 പോയിന്റ്സ്, ഈ 8 ടൈറ്റിലുകൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. കാരണം ആ ടൈറ്റിലിന്റെ താഴെ എഴുതുന്നതായാലും സ്വന്തമായി ഉണ്ടാക്കി എഴുതട്ടെ, പഠിക്കേണ്ട ഭാരം കുറയും. കാരണം ഏറ്റവും നല്ല മെത്തേഡാണ്. കാരണം ആ ഒരു രീതിയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാം. അയാളെ ലാംഗ്വേജും ഡെവലപ്പ് ചെയ്യും, മാത്രമല്ല അയാൾക്ക് ഒരുപാട് റിസ്ക്കും കുറയും കേട്ടോ. അപ്പൊ അഡ്രസ് ദ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം ഇതാണ്, ചോദ്യത്തിൽ പറയുന്ന ഹൈലൈറ്റ് ചെയ്യുന്ന ഇഷ്യൂ എന്താണോ അതിനെ അഡ്രസ് ചെയ്യുക, കൃത്യമായിട്ട് ചോദ്യത്തിന് മറുപടി നൽകുക. 4-മത്തേത് സ്ട്രക്ചർ ദി ആൻസർ കേട്ടോ. ഇപ്പോഴൊന്നും നമ്മൾ എഴുതാൻ തുടങ്ങിയിട്ടില്ല. 4-മത്തെ എന്താ, സ്ട്രക്ചർ ദ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരത്തിന്റെ ഒരു ഉത്തരം രൂപപ്പെടുത്താം. കാരണം ഇത് എപ്പോഴാണ് എഴുതാൻ തുടങ്ങിയിട്ടില്ല, അതിന് മുൻപ് തന്നെ മനസ്സിൽ ആൻസർ സ്ട്രക്ചർ ചെയ്യാം. ആൻസറിന്റെ ഒരു രൂപം, ആൻസറിന്റെ ഒരു ഫ്രെയിം, ആൻസറിന്റെ ഒരു ഡ്രാഫ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാക്കുക. അതിനുശേഷം, കാരണം അങ്ങനെ ആവുമ്പോൾ നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ അങ്ങനെ വെട്ടും തിരുത്തും ചെയ്യണ്ട. കാരണം ആൻസർ ഈസ് ഓൾറെഡി ക്രിയേറ്റഡ് ഇൻ അവർ മൈൻഡ് ഉണ്ടോ. അപ്പൊ അതാണ് പറയുന്നത്, യു നീഡ് ടു സ്ട്രക്ചർ യുവർ ആൻസർ ഇൻ യുവർ മൈൻഡ് ബിഫോർ യു റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ ദ പേപ്പർ. കാരണം പേപ്പറിലേക്ക് ഉത്തരം എഴുതുന്നതിന് മുൻപ് നിങ്ങൾ മനസ്സിൽ എന്ത് ചെയ്യുക, ആ ഉത്തരം ഒന്ന് സ്ട്രക്ചർ ചെയ്യുക, ഒന്ന് രൂപപ്പെടുത്തിയെടുക്കുക. ഇതൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചിന്തിക്കേണ്ടത്? കൂൾ ഓഫ് ടൈം കിട്ടൂലേ, ആ സമയത്ത് നമ്മൾ ഇങ്ങനെ നാലുപുറമൊക്കെ നോക്കും, അല്ലെങ്കിൽ എക്സാം ആളുടെ ഭംഗി നോക്കും, എത്ര ഫാൻ ഉണ്ട്, എത്ര ഡെസ്ക് ഉണ്ട് അല്ലെ, എത്ര ആൾക്കാർ മൊത്തം ഇരിക്കുന്നുണ്ട്, ഇതൊക്കെ നോക്കുന്നതിന് പകരം ആ കൂൾ ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക, റഫ് ആയിട്ടുള്ള ഒരു അതിൻ്റെയൊക്കെ ആൻസേഴ്സും മൈൻഡിലൊന്ന് ക്രിയേറ്റ് ചെയ്യാം. കാരണം ഇങ്ങനെ ചെയ്തു വരുമ്പോഴേക്കും എക്സാം എഴുതി തുടങ്ങുന്ന മുന്നേ തന്നെ നമുക്ക് കോൺഫിഡൻസ് കിട്ടി. കാരണം നമുക്ക് വി ഗോട്ട് ആൻ ഐഡിയ അബൌട്ട് ദ ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങളെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു, എന്ത് എഴുതണം.
കാരണം അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് നല്ലൊരു നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. Then the structures of the answers differ. ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ, എല്ലാ ഉത്തരങ്ങളുടെ ഘടനയും ഒന്നല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ക്വസ്റ്റ്യൻസ് പലതരത്തിലാണ്. 1 വേർഡ് 2 മാർക്സ്, അതുപോലെ തന്നെ 5 മാർക്സ് 10 മാർക്സ് അല്ലേ. അപ്പൊ നോക്കൂ, അവ ഇങ്ങനെ ഇതിനനുസരിച്ചിട്ട് the structures of the answers differ on the basis of their type അല്ലെ. ടൈപ്പ് അനുസരിച്ചിട്ട്, അതായത് 1 വേർഡ് ആണോ, 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണോ, 5 മാർക്സ് ആണോ, 10 മാർക്സ് ആണോ, ഇങ്ങനെ ടൈപ്പ് അനുസരിച്ചിട്ട് ആൻസറിന്റെ സ്ട്രക്ചർ മാറും. ഏതുപോലെ? ലൈക്ക് ഷോർട്ട് ആൻസർ ആൻഡ് എസ്സേ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഏതുപോലെ? ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു വേർഡിലോ ഒരു സെന്റൻസിലോ ആൻസർ ചെയ്താൽ മതി. പാരഗ്രാഫ് ആണെങ്കിൽ അങ്ങനെയല്ല. പാരഗ്രാഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അല്ലേ. അതായത് ടോപ്പിക് സെന്റൻസ് വേണം, അതുപോലെ തന്നെ ആ ടോപ്പിക് സെന്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസുകൾ വരുന്ന സെന്റൻസുകൾ വേണം. എസ്സേ ആണെങ്കിലോ, എസ്സേ ആവുമ്പോൾ എന്ത് വേണം? ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് വേണം, അതുപോലെ തന്നെ കൺക്ലൂഡിംഗ് പാരഗ്രാഫ് വേണം, അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം? മെയിൻ പാരഗ്രാഫ്സ് വേണം. ഇങ്ങനെ ഘടനയിൽ മാറ്റം വരും കേട്ടോ. അപ്പൊ അതാണ് എന്തുകൊണ്ട് സ്ട്രക്ചർഡ് ആൻസർ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, കാരണം എസ്സേയുടെ സ്ട്രക്ചർ, പാരഗ്രാഫിന്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ 1 വേർഡോ അല്ലെങ്കിൽ സിംഗിൾ സെന്റൻസിൽ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് അല്ലേ, 1 മാർക്കിന്റെ ഒക്കെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇവിടെ സൂചിപ്പിക്കാൻ പറ്റും. ഏത്? സ്ട്രക്ചർഡ് ആൻസർ. കാരണം എല്ലാ ആൻസറിന്റെയും സ്ട്രക്ചർ ഒന്നല്ല. കാരണം ആൻസറിന്റെ ടൈപ്പ് അനുസരിച്ചിട്ട്, അതായത് ഇത് എങ്ങനെ ആൻസർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ? ചോദ്യത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ചോദ്യത്തിൽ പറയും ഏത് രീതിയിൽ ആൻസർ ചെയ്യണം. ഓക്കെ. 5-മത്തേത് യൂസ് സിമ്പിൾ ലാംഗ്വേജ്. അതായത് നമ്മൾ എഴുതിയ ഉത്തരം നമ്മളുടെ സാറിന് പോലും വായിച്ചാൽ മനസ്സിലാവരുതേ, ആ തീരുമാനത്തിൽ എഴുതാൻ പാടുണ്ടോ? ഇത് സാറിനൊരു ചലഞ്ച് ആവണം. അങ്ങനെയാണോ ആൻസർ ചെയ്യേണ്ടത്? അല്ല. പിന്നെയോ? when you answer questions, the language employed means used. നിങ്ങൾ ഉപയോഗിക്കുന്ന, നിങ്ങൾ ആ ഉത്തരം എഴുതാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ should be simple. എന്തായിരിക്കണം? ലളിതമായിരിക്കണം. when you answer questions, the language employed should be simple. It is better not to use ambiguous sentences. Ambiguous sentences ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. It is better not to use. It is better not to use ambiguous sentences. എന്താ ambiguous sentences എന്ന് വെച്ച് കഴിഞ്ഞാൽ? കൊണോട്ടീവ് ഓർ ഡബിൾ മീനിങ്, രണ്ടർത്ഥം വരുന്നത്. അപ്പൊ രണ്ടർത്ഥം വരുമ്പോൾ അത്തരം സെന്റൻസുകൾ ഒഴിവാക്കുക. എന്തിനു വേണ്ടിയിട്ട്? ടു അവോയ്ഡ് കൺഫ്യൂഷൻ. വായിക്കുന്ന ആൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്ര സെന്റൻസ് ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പോ അതിനാണ് നമ്മൾ എന്ത് പറയാ? ആംബിഗിറ്റി എന്ന് പറയാം. ദാറ്റ് മീൻസ് ഡബിൾ മീനിങ്. ഇപ്പൊ എക്സാമ്പിൾ പറയാം, ജസ്റ്റ് ഞാനൊന്ന് പറയാന്നുള്ളൂ. ഇപ്പൊ സെന്റൻസ് ആണ് എന്ത്? ദേ ആർ ഹാങ്ങിങ് കർട്ടൻസ്. ഇതിന് ഡബിൾ മീനിങ് ഉണ്ട്. ഒന്ന്, ദേ ആർ ഹാങ്ങിങ് കർട്ടൻസ്, അവർ കർട്ടൻ തൂക്കുന്നു. മറ്റൊന്ന്, ദേ ആർ ഹാങ്ങിങ് കർട്ടൻസ്, അവ തൂങ്ങിക്കിടക്കുന്ന കർട്ടനുകളാണ്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ ഉള്ളതല്ല, ടെക്സ്റ്റിലുള്ളതല്ല. ഞാനിത് പറഞ്ഞപ്പോ എന്താണ് ആംബിഗസ്, എന്താണ് ആംബിഗിറ്റി എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി എൻ്റെ മൈൻഡിൽ നിന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഈ എക്സാമ്പിളിന് ഇവിടെ പ്രശസ്തി ഇല്ല കേട്ടോ, പ്രാധാന്യമല്ല. എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണ്ട, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ പറയുന്നത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു യൂസ് ആംബിഗസ് സെന്റൻസസ്. അതായത് കൊണോട്ടേറ്റീവ് ആയിട്ടുള്ള ഡബിൾ മീനിങ് വരുന്ന സെന്റൻസുകൾ ഉപയോഗിക്കാതിരിക്കുക. സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കുക. അതായത് നമ്മൾ എഴുതിയ കാര്യം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. 6-മത്തേത് ചങ്ക് യുവർ ആൻസർ. നിങ്ങളുടെ ആൻസറിനെ, ചങ്ക് മീൻസ് ഡിവൈഡ്, അതായത് പല സെക്ഷൻസ് ആയിട്ട് തിരിക്കാം. എന്നൊക്കെ ഏതുപോലെ ഒരു എസ്സേയില് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ പല ഭാഗങ്ങളുണ്ടെങ്കിൽ അത് പല സെക്ഷൻ ആയിട്ട് എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ അതിൽ നോക്കി മനസ്സിലാക്കാൻ എളുപ്പമുണ്ടായിരിക്കും. അപ്പൊ എന്താ പറയുന്നത്? ഡിവൈഡ് യുവർ ആൻസർ ഇൻ ടു ഡിഫറെന്റ് സെക്ഷൻസ് ടു ഹെൽപ്പ് ആൻസറിങ് ദ ക്വസ്റ്റ്യൻ.
അപ്പൊ നമ്മളൊരു ആൻസർ, ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ എഴുതാണ്ട് വെക്കാം. ഉദാഹരണത്തിന് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അനന്തര ഫലങ്ങളും അതിന്റെ ഗുണങ്ങളും അല്ലെങ്കിൽ ദോഷങ്ങളും അതുപോലെ തന്നെ അതിന്റെ നേട്ടങ്ങളും എഴുതാനുണ്ടെങ്കിൽ പല സെക്ഷനായിട്ട് എഴുതാം. ആദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് എഴുതുക, അതിനുശേഷം അതിന്റെ ദോഷങ്ങൾ എഴുതുക, പിന്നെ അതിന്റെ ഫലങ്ങൾ എഴുതുക. ഇങ്ങനെ സെക്ഷനായി തിരിക്കാം. അപ്പൊ രണ്ട് ഗുണമുണ്ട്, നമുക്ക് ആൻസർ ചെയ്യാനും എളുപ്പമായിരിക്കും. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എഴുതുന്ന രീതി ഒഴിവാക്കുക. ഡിവൈഡ് യുവർ ആൻസർ ഇൻ ടു ഡിഫറെന്റ് സെക്ഷൻസ്. എന്താ ഗുണം? ടു ഹെൽപ്പ് ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ് ആക്യുറേറ്റ്ലി. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആക്യുറേറ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ഇപ്പോ പല തരത്തിലുള്ള വർക്ക് വരികയാണെങ്കിൽ അതിന് ഓരോ തരമായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോന്നായിട്ട് ചെയ്തു പോവല്ലോ ചെയ്യാം. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ അതിന് നമ്മൾ പല ആസ്പെക്ട്സിനെ ഡീൽ ചെയ്യാനുണ്ടെങ്കിൽ അത് ഓരോന്നായിട്ട് ഓരോ സെക്ഷനായിട്ട് നമ്മൾ ഡീൽ ചെയ്യാം. ഡിവൈഡ് യുവർ ആൻസർ ഇൻ ടു ഡിഫറെന്റ് സെക്ഷൻസ്. If the answer needs to focus on different aspects of an issue, അതായത് നമ്മളൊരു ഇഷ്യൂ ആണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഏതുപോലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പോലുള്ള ഒരു ഇഷ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഫോക്കസ് ചെയ്ത് എഴുതണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ആൻസറിനെ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഓരോ സെക്ഷനിൽ നമ്മൾ ഓരോ വിഷയങ്ങൾ എന്ത് ചെയ്യുക? ഡീൽ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എഴുതാനും എളുപ്പമുണ്ടായിരിക്കും. ഒരാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നോക്കുകയാണെങ്കിൽ അയാൾക്ക് മനസ്സിലാക്കാനും എളുപ്പമുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ചങ്ക് യുവർ ആൻസർ. ദാറ്റ് മീൻസ് ഡിവൈഡ് യുവർ ആൻസർ ഇൻ ടു സെക്ഷൻസ്. ഏഴാമത്തേത് ടേക്ക് എ ബാലൻസ്ഡ് അപ്രോച്ച്. ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ഉണ്ടായിരിക്കാം. ടേക്ക് ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ സ്വീകരിക്കാം. എ ബാലൻസ്ഡ് അപ്രോച്ച്. ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കാര്യം വ്യക്തമാവും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം എഴുതുകയാണെങ്കിൽ അതിലൊരു ബാലൻസ്ഡ് അപ്രോച്ച് എന്ന് വെച്ചാൽ എന്തൊരു കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് എഴുതുമ്പോൾ ഒരു വിഷയത്തിന് പല വശങ്ങൾ ഉണ്ടായിരിക്കും. അതിന്റെ പല വശങ്ങളും ഉൾപ്പെടുത്തുക. ഒന്ന് മാത്രം എഴുതരുത്. ഇപ്പൊ ഏതുപോലെ ഒരു വിഷയത്തെ കുറിച്ച് എഴുതുമ്പോൾ അതിന്റെ ദോഷം മാത്രം എഴുതാം, ഗുണം എഴുതാതിരിക്കുക. അങ്ങനെയല്ലാതെ അതുമായി ബന്ധപ്പെട്ട പല വശങ്ങൾ, വേരിയസ് ആസ്പെക്ട്സ് ഉൾക്കൊള്ളിക്കാം. പക്ഷേ ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, ദോഷങ്ങൾ മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കാം. പക്ഷെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് മൊത്തത്തിൽ എഴുതുന്ന കാര്യമാണ്. അപ്പൊ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്. ബാലൻസ്ഡ് അപ്രോച്ച് മീൻസ്, ഒന്നുകൂടി ശ്രദ്ധിക്കും കേട്ടോ, ബാലൻസ്ഡ് മീൻസ് ഈ ഭാഗത്തൊന്ന് വെച്ചാൽ ഈ ഭാഗത്തൊന്ന് വെക്കുക, അങ്ങനെ ബാലൻസ് ചെയ്ത് പോവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം ഒരു ദോഷം, അടുത്ത ഗുണം അടുത്ത ദോഷം. അപ്പൊ ഈ രീതിയിൽ കേട്ടോ, ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരാണ്. ഇങ്ങനെ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ബൈഹാർട്ട് പഠിക്കുക, ഇതാക്കൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്താണെന്നുള്ളത് മലയാളത്തിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. നോക്കൂ, വെൻ യു റൈറ്റ് ആൻ ആൻസർ you need to adopt means സ്വീകരിക്കുക എന്നാട്ടോ. ടേക്ക്, you need to adopt, not adopt a balanced approach. നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ you need to adopt a balanced approach. നിങ്ങൾ അവിടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമീപനം നിങ്ങൾ സ്വീകരിക്കുക. അതെന്താന്ന് ഞാൻ പറഞ്ഞു. അതായത് യു ആർ സപ്പോസ്ഡ് ടു പ്രസന്റ് ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ്. നിങ്ങൾ എന്ത് ചെയ്യണം? വ്യത്യസ്തമായിട്ടുള്ള വ്യൂ പോയിന്റ്സ് ഉപയോഗിക്കണം. അതായത് ഒരു വ്യൂ പോയിന്റിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. യു ആർ സപ്പോസ്ഡ് ടു പ്രസന്റ്, നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടതുണ്ട് ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് റാദർ ദാൻ, എന്തിനേക്കാൾ? റാദർ ദാൻ ടു പ്രസന്റ് അൺജസ്റ്റിഫയബിൾ ആർഗ്യുമെന്റ്സ്. നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത, ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയാത്ത, അൺജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ചില പോയിന്റ്സുകളിൽ ഒതുങ്ങി നിൽക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള പല വ്യൂ പോയിന്റ്സുകളെ പ്രസന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ റീഡർക്ക് കാരണം നമ്മൾ ഒരു വശം തന്നെ ഒരു വ്യൂ പോയിന്റ് തന്നെ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. ചില ആളുകൾക്ക് നമ്മളോട് വെറുപ്പ് തോന്നും.
ചില ആളുകൾ നമ്മളുടേത് വായിക്കാതെയും കേൾക്കാതെയോ. അപ്പൊ അതുകൊണ്ട് വ്യത്യസ്തമായുള്ള വേരിയസ് വ്യൂ പോയിന്റ്സ്, ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ്. അപ്പൊ ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓഡിയൻസ് ഡിഫറെന്റ് ആണ്. നമ്മൾ ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് ഉൾപ്പെടുത്തുമ്പോൾ എല്ലാവരും അത് അംഗീകരിക്കും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കാം. ദാറ്റ് ഈസ് ഒറ്റ വാക്കിൽ പറയുമ്പോൾ ടേക്ക് എ ബാലൻസ്ഡ് അപ്രോച്ച്. നമുക്ക് എല്ലാവരെയും പറ്റണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് ഉൾപ്പെടുത്തുക റാദർ ദാൻ എന്തിനേക്കാൾ ടു പ്രസന്റ് അൺജസ്റ്റിഫയബിൾ ആർഗ്യുമെന്റ്സ്. നമുക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത പൊട്ടത്തരമായിട്ടുള്ള ആർഗ്യുമെന്റ്സ്, വാദങ്ങൾ പ്രസന്റ് ചെയ്യുന്നതിനേക്കാൾ പല തരത്തിലുള്ള വ്യൂ പോയിന്റ്സ് ഉൾക്കൊള്ളിക്കാം. നൗ ലാസ്റ്റ് പോയിന്റ്, റീവിസിറ്റ് ദ ആൻസർ. അങ്ങനെ നമ്മൾ ഒരു റഫ് അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ റീവിസിറ്റ് ദ ആൻസർ. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആൻസർ റീവിസിറ്റ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാ? അതിൽ വല്ല മിസ്റ്റേക്സോ വല്ല കുറവുണ്ടെങ്കിൽ അത് നികത്തുക, കൂടുതലാണെങ്കിൽ അത് വെട്ടിക്കുറയ്ക്കാം, അല്ലേ? അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും എഡിറ്റിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് വരുത്തുന്നതിന് വേണ്ടി റീവിസിറ്റ് ദ ആൻസർ. വെൻ യു കംപ്ലീറ്റ് യുവർ റൈറ്റിംഗ്, നിങ്ങളുടെ റൈറ്റിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് എഴുതായിക്കോട്ടെ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാം ആണെങ്കിലും നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ പേപ്പർ കൊടുക്കുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് നോക്കുക. എന്തിനു വേണ്ടിയിട്ടാ? യു നീഡ് ടു റീവിസിറ്റ് ദ ആൻസർ. നിങ്ങളുടെ എഴുത്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആ എഴുതിയ നിങ്ങളുടെ ആൻസർ നിങ്ങൾ റീവിസിറ്റ് ചെയ്യണം. എന്തിനു വേണ്ടി? ഇൻ ഓർഡർ ടു എൻഷുർ ദാറ്റ്. അങ്ങനെ റീവിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എൻഷുർ ചെയ്യണം, നിങ്ങൾ ഉറപ്പിക്കണം ദാറ്റ് യു ഹാവ് സാറ്റിസ്ഫാക്ടറിലി ആൻസേർഡ് ദ ക്വസ്റ്റ്യൻ. അതായത് നിങ്ങൾക്ക് സംതൃപ്തി അല്ലെങ്കിൽ വായിക്കുന്നവർക്ക് സംതൃപ്തി ലഭിക്കേണ്ട തരത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ആൻസർ എന്താണ്? ഒരു സാറ്റിസ്ഫാക്ടറി ആൻസർ ആണ്. അത് ഒരു ഉറപ്പ് കിട്ടണം. എൻഷുർ ദാറ്റ് യു ഹാവ് സാറ്റിസ്ഫാക്ടറിലി ആൻസേർഡ് ദ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിലൊന്നും ചെയ്യാനില്ല. യു നീഡ് ടു ചെക്ക്. നിങ്ങൾ ചെക്ക് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ടതുണ്ട്. വെദർ, ഉണ്ടോ ഇല്ലയോ എന്ന വെദർ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കണം ഇഫോ വെദറോ കേട്ടോ. യു നീഡ് ടു ചെക്ക് വെദർ മോർ പോയിന്റ്സ് നീഡ് ടു ബി ഇൻകോർപ്പറേറ്റഡ്. അതായത് ഇനിയും പോയിന്റ്സ് നിങ്ങൾ അതിലേക്ക് ചേർക്കേണ്ടതുണ്ടോ കേട്ടോ. അപ്പൊ കോർപ്പറേറ്റിന്റെ ഓപ്പോസിറ്റ് അല്ല ഇൻകോർപ്പറേറ്റ്. ഇൻകോർപ്പറേറ്റ് എന്നുള്ളത് ഒരു വെർബാണ്, കൂട്ടിവെക്കാന്നാണ്. അപ്പൊ നോക്കൂ, യു നീഡ് ടു ചെക്ക് വെദർ മോർ പോയിന്റ്സ് നീഡ് ടു ബി ഇൻകോർപ്പറേറ്റഡ്. കൂടുതൽ പോയിന്റ്സ് ഇനിയും ആഡ് ചെയ്യേണ്ടതുണ്ടോ ഇൻ ടു ദ ആൻസർ, ഈ ഉത്തരത്തിലേക്ക്. അപ്പൊ ഉത്തരം സാറ്റിസ്ഫാക്ടറി ആയിട്ടുണ്ടോ? നമ്മൾ ഉദ്ദേശിച്ച ഒരു ഐഡിയ, ആശയം നൽകുന്നുണ്ടോ? അതല്ല അതിനുവേണ്ടി ഇനിയും ചേർക്കേണ്ടതുണ്ടോ? അതല്ലെങ്കിൽ നമ്മൾ എഴുതിയിടത്തോളം കാര്യങ്ങളിൽ അധികമുണ്ടോ? അധികമാണെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ വരുന്ന സ്റ്റഫ് എന്ത് ചെയ്യുക, കുറയ്ക്കാം. കൂടുതലാണെങ്കിൽ സ്റ്റഫ് മെറ്റീരിയൽ കൂടുതലാണെങ്കിൽ കുറയ്ക്കാം, കുറവാണെങ്കിൽ ആഡ് ചെയ്യാം. അപ്പൊ ഇത്തരത്തില് അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? റീവിസിറ്റ് യുവർ ആൻസർ എന്ന. അപ്പൊ ഈ ഒരു 8 സ്റ്റെപ്പാണ് ഫ്രണ്ട്സ് എവിടെ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് വാട്ട് ആർ ദ പ്രോസസ്സസ് ഇൻവോൾവ്ഡ് ഇൻ ആൻസറിംഗ് ദ ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. 8 സ്റ്റെപ്പ്. അതായത് ഒന്നാമത്തേത് ടേക്ക് തിങ്കിങ് ടൈം, അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ, address the question, structure the answer, use simple language, chunk your answer, take a balanced approach, revisit the answer. ഇനി എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാൾക്ക് ഇത് ഫുള്ള് പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ 8 പഠിക്കാം. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മലയാളം നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയല്ലോ. അപ്പൊ ഈ പോയിന്റ്സുകൾ എഴുതുക, അണ്ടർലൈൻ ചെയ്യുക എസ്സേ ചോദിക്കുമ്പോൾ. എന്നിട്ട് താഴെ എന്ത് ചെയ്യാം? നിങ്ങളുടെ ലാംഗ്വേജിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, യുവർ ഓൺ ഇംഗ്ലീഷ്, മലയാളമല്ല, നിങ്ങളുടെ ഇംഗ്ലീഷിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. മീൻസ് കംപ്ലീറ്റ് ചെയ്യാം. മാത്രമല്ല ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ചാപ്റ്ററാണ് എവിടെ എടുക്കാണ്ടാവുക, ഈ 4ാമത്തെ ബ്ലോക്കിൽ
കേട്ടോ. പിന്നെ നമുക്ക് ഒരു ബ്ലോക്കും കൂടിയാണ് എന്ത് ചെയ്യാനുള്ളത്, അഞ്ചാമത്തെയാണ് അല്ലെ എടുക്കാനുള്ളത്. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സാധാരണ പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.